കറുപ്പും വെളുപ്പും ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ജന്മാവകാശ പൗരത്വമാണ്. ശ്രീ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ഉടനെ നടത്തിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ജന്മാവകാശ പൗരത്വ നിയമം റദ്ദാക്കുക. എന്താണ് ജന്മാവകാശ പൗരത്വ നിയമം എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്ത് വച്ച് ജനിക്കുന്നതിലൂടെ ആ രാജ്യത്തിന്റെ ഒരു പൗരനാകാനുള്ള ഒരു അവകാശം, ഒരു പൗരത്വം ലഭിക്കാനുള്ള ഒരു അവകാശം കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്കയും ഇന്ത്യയും ഒക്കെ. എന്നാൽ ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും നടപ്പാക്കുന്നില്ല. കേരളത്തിൽ തന്നെ പല സുഡാപ്പികളും പറയുന്നുണ്ട് ജന്മാവകാശ പൗരത്വ നിയമം റദ്ദാക്കുന്നത് തെറ്റാണെന്ന്. എന്നാൽ ഏതെങ്കിലും ഒരു അറേബ്യൻ രാജ്യത്ത് ഈ ജന്മാവകാശ പൗരത്വ നിയമം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പൊതുവെ ഒരു മുസ്ലിം രാജ്യവും ജന്മാവകാശ പൗരത്വം കൊടുക്കുന്നില്ല. വളരെ ഉദാരമായ പൗരത്വ നടപടികളിലൂടെ പോകുന്നത് കൊണ്ട് അമേരിക്കയും ജർമ്മനിയും ഫ്രാൻസും ഇംഗ്ലണ്ടും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഇന്നൊരു ഭീകര പ്രതിസന്ധിയിലാണ്. അതിന്റെ കൂടെയാണ് ഇന്ത്യയിൽ നിന്നുൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നും പ്രസവിക്കാൻ വേണ്ടി മാത്രം വിസയില് അമേരിക്കയിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തുന്നവരുടെ എണ്ണം. ഇവരവിടെ പ്രസവിക്കുന്നു, തിരിച്ചു വരുമ്പോഴത്തേക്ക് കുട്ടിക്ക് പൗരത്വം കിട്ടുന്നു. കുട്ടിക്ക് പൗരത്വം കിട്ടുന്നതിലൂടെ അമ്മയ്ക്കും അച്ഛനും മറ്റു സഹോദരങ്ങൾക്കും ഒക്കെ പൗരത്വം അവകാശപ്പെടാനുള്ള ഒരു റൈറ്റ് അവിടെ കിട്ടുന്നു. ഇത് രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങളെ പറ്റിയിട്ട് എപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിക്ക് ആ ഒരു ബഹുമാനം ആരും കൊടുക്കാറില്ല. അതേപോലെ തന്നെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ട്രംപിന് അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കടമയുണ്ട് എന്നുള്ള കാര്യം ഈ വിമർശിക്കുന്നവർ മറന്നുപോകുന്നു. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ഒന്നും വിഷയങ്ങളല്ല. നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് വരാം. ഇന്ത്യയിൽ ഇത് നടക്കുന്നുണ്ട് വളരെ സൈലന്റ് ആയിട്ട്. ഒത്തിരി പേര് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ചികിത്സയ്ക്കായിട്ടും പ്രസവത്തിനായിട്ടും മറ്റനുബന്ധ കാര്യങ്ങൾക്കുമായിട്ട് ഇന്ത്യയിൽ വരികയും വിസയിൽ വരികയും ഇവിടെ പ്രസവിക്കുകയും ആ കുട്ടികൾക്കെല്ലാം നമ്മൾ നിശബ്ദമായിട്ട് അനക്കാതെ നമ്മൾ അവർക്കെല്ലാം പൗരത്വം കൊടുക്കുകയും ചെയ്തു വരുന്നുണ്ട് വർഷങ്ങളായിട്ട്. ഞാൻ അതിന് എതിരാണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ സംവദിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇത്തരം പൗരത്വ നിയമങ്ങൾ റെസിപ്രോക്കൽ ആണെങ്കിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചും തരണം. അവർ തരാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. ആ ഒരു കാര്യത്തെപ്പറ്റി ഇവിടെ ആരും സംസാരിക്കുന്നില്ല. അതായത് എൻ്റെ മകൻ ദുബായിൽ വെച്ചാണ് ജനിക്കുന്നത്. അവന് ദുബായ് പൗരത്വം കൊടുക്കുകയോ ഇല്ല, അറേബ്യൻ പൗരത്വം കൊടുക്കുകയോ ഇല്ല, UAE പൗരത്വം കൊടുക്കുകയോ ഇല്ല. എന്തുകൊണ്ട്? ഞാൻ ഇന്ത്യക്കാരനായിപ്പോയതുകൊണ്ട്. അതേസമയം സൗദി അറേബ്യയിൽ നിന്നോ UAEയിൽ നിന്നോ ഒരു സ്ത്രീ ഇന്ത്യയിൽ വന്ന് പ്രസവിക്കുകയാണെങ്കിൽ നമ്മൾ അടച്ചുകൊണ്ട് അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നുണ്ട്. ഇത് അന്യായമാണ്, അനീതിയാണ്, തെറ്റാണ്, തിരുത്തപ്പെടേണ്ടതാണ്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഡിപ്ലോമാറ്റിക് തലത്തിൽ നമുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നയപരമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, റെസിപ്രോക്കൽ ആയിട്ടുള്ള രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് നമുക്ക് പൗരത്വം കൊടുക്കാം. അതായത് ഒരു ഇന്ത്യൻ പൗരൻ സൗദി അറേബ്യയിൽ വെച്ച് ഒരു ഇന്ത്യൻ പൗരൻ പ്രസവിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് സൗദി അറേബ്യ പൗരത്വം കൊടുക്കുകയാണെങ്കിൽ മാത്രം സൗദി അറേബ്യൻ പൗരൻ ഇന്ത്യയിൽ പ്രസവിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് പൗരത്വം കൊടുക്കാം. ഇതൊരു അമിക്കബിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ്. പരസ്പര ബഹുമാനത്തോടെയുള്ള റെസിപ്രോക്കൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇന്ത്യ ഇന്നേ വരെ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടില്ല. ഇതുവരെ ഇതാരും ഉന്നയിച്ചിട്ടുമില്ല. അപ്പോ ഞാൻ അധികാരികളോടും എൻ്റെ പ്രേക്ഷകരോടും ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വളരെ വിലപ്പെട്ട ഒരു കാര്യമായിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ മുൻകൈ എടുത്ത് നമ്മൾ ആൾക്കാരുടെ ഇടയിൽ പ്രചരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള അഭിപ്രായ സമന്വയം ഉണ്ടാക്കണം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം. നന്ദി, നമസ്കാരം.